ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ പേര് മാളവിക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ടൈറ്റിലിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാവും. എൻ്റെ കേളി ഹെയർ ജേർണിയാണ് ഞാൻ പറയാൻ പോകുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ചെറുപ്പത്തിൽ തൊട്ട് നമ്മുടെ ചുറ്റിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ സിനിമയിലൊക്കെ നമ്മൾ കാണുന്നത് എന്തായിരിക്കും, എല്ലാ ആക്ട്രസ് ഇങ്ങനെ എല്ലാ ആൾക്കാരൊക്കെ ഇങ്ങനെ ഫുൾ സ്ട്രെയിറ്റ് ഹെയറിലായിരിക്കും. അപ്പോൾ നമുക്ക് ചെറുപ്പം തൊട്ടേ നമ്മളുടെ തലയിൽ എന്തായിരിക്കും, സ്ട്രെയിറ്റ് ഹെയർ ആണെങ്കിലാണ് നല്ല ലുക്ക് എന്നായിരിക്കും നമുക്ക് എപ്പോഴും വരുന്ന ഒരു തോട്ട്. ഓക്കെ, ഇതാണ് എല്ലാ ആൾക്കാരുടെ സ്റ്റോറിയുടെ ബേസ് എന്ന് പറയുന്നത്. കാരണം അത് അത്രയ്ക്ക് ശരിയാണ്. ഓക്കെ, കാരണം നമ്മൾ ചെറുപ്പത്തിൽ ആരും നമ്മളെ കേളി ഹെയർ ഇഷ്ടപ്പെടാൻ പഠിപ്പിച്ചിട്ടില്ല. അതാണ് മെയിൻ കാര്യം. ഇനി ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു 5th വരെയും എനിക്ക് ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം നമുക്കറിയില്ലല്ലോ നമ്മുടെ മുടി ഇങ്ങനെ കേളിയാണോ അല്ലെങ്കിൽ വേവി ആണോ അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ആണോ, അങ്ങനെ ഒരു സംഭവം നമുക്ക് അറിയില്ല. കാരണം അതിന് മാത്രമുള്ള ബുദ്ധി നമുക്ക് 5ാം ക്ലാസ് വരെ ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. അത് ഇപ്പോഴത്തെ ജനറേഷനെ പറ്റിയിട്ടല്ല കേട്ടോ. ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫാർ ബെറ്റർ ആണ് ഇപ്പോഴത്തെ പിള്ളേർ. ആ ഒരു ജനറേഷനല്ല, ഞാനൊക്കെ ചെറുതായിരുന്നപ്പോഴുള്ള ജനറേഷനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. കാരണം ആ സമയത്തൊക്കെ നമുക്ക് കേളി ഹെയർ എന്ന് പറഞ്ഞാൽ എന്താ സംഭവം എന്ന് പോലും സത്യത്തിൽ ആർക്കും അറിയില്ലായിരുന്നു. ഓക്കെ, അതാണ് സത്യം പറഞ്ഞാൽ. അപ്പം ഞാനൊക്കെ ചെറുപ്പത്തിൽ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ വാനിലൊക്കെ പോകുമ്പോൾ ആൾക്കാർ നമ്മളുടെ ഹെയർ കണ്ടിട്ട് ഇങ്ങനെ പറയും മാഗിയാണ്, അല്ലെങ്കിൽ നിന്റെ മുടി ഭയങ്കര ചകിരിയാണ്, അങ്ങനെയൊക്കെ പറയായിരുന്നു. അപ്പം എന്താ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു മുടി ഇഷ്ടപ്പെടാൻ നമുക്ക് പറ്റില്ല. ഓക്കെ, ഇനി അത് കഴിഞ്ഞ് 6th തൊട്ട് ഒരു 8th വരെയുള്ള സമയത്തും അങ്ങനെ ഹെയറിനെ പറ്റി വലിയ ആരും മൈൻഡ് ചെയ്യുന്നില്ല. കാരണം നമ്മൾ 2 സൈഡ് ഇങ്ങനെ മുടി പിന്നേക്ക് ഇട്ടിട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ ശ്രദ്ധിച്ചിട്ടേ ഇല്ല. ഓക്കെ, ഇനി ഒരു 8th കഴിയുമ്പോഴത്തേക്കും എല്ലാ സ്കൂൾ ലൈഫിലും എനിക്ക് തോന്നുന്നത് ഇങ്ങനെ തന്നെ ആയിരിക്കും. ഒരു 8th കഴിയുമ്പോഴത്തേക്കും പിള്ളേർക്ക് പെട്ടെന്ന് ഒരു ചേഞ്ച് ഉണ്ടാവാൻ തുടങ്ങും അവരുടെ സ്വഭാവത്തിൽ, എല്ലാ കാര്യത്തിലും. ഇപ്പം എൻ്റെ കാര്യത്തിൽ അങ്ങനെ തന്നെയായിരുന്നു. കാരണം പെട്ടെന്ന് 8th വരെയുള്ള ഒരു ഫേസ് ആയിരുന്നില്ല 8th കഴിഞ്ഞപ്പോൾ. കാരണം എല്ലാവർക്കും ഇങ്ങനെ പീരീഡ്സ് ഒക്കെ ആവും, അവർ വേറൊരു സ്റ്റേജിലേക്ക് മാറുകയാണല്ലോ. അപ്പം എല്ലാവരും ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസ് ഒക്കെ ആവാൻ തുടങ്ങി. പിന്നെ ആ സമയത്ത് കുറേ ഹെയർ കട്ടൊക്കെ വരാൻ തുടങ്ങി കേട്ടോ. ഇങ്ങനെ ലെയർ കട്ട്, ഫെദർ കട്ടൊക്കെ, സ്ട്രെയിറ്റ് ഹെയർ പിള്ളേർക്ക് വേണ്ടിയിട്ട്. അപ്പോഴത്തേക്കും പിള്ളേർ ഇങ്ങനെ എൻ്റെ ക്ലാസ്മേറ്റ്സ് ഒക്കെ അവരിങ്ങനെ സൂപ്പർ, അവരുടെ മുടി അടിപൊളിയായിരുന്നു. അവരിങ്ങനെ മുടി ഇങ്ങനെ ഇവൻ്റെ ലെയർ കട്ട്, ഫെദർ കട്ട്, യു കട്ട്, വി കട്ടൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്കും നല്ല ഭംഗിയായിരിക്കും കാണാൻ. അവരിങ്ങനെ 2 സൈഡ് മുടി കെട്ടുമ്പോൾ നല്ല രസമായിരിക്കും കാണാൻ. അതേസമയം ഞാൻ എൻ്റെ മുടിയൊക്കെ എന്ത് കട്ട് ചെയ്താലും എല്ലാം ഒരേപോലെ ഇരിക്കുമായിരുന്നു. എല്ലാം ഒരേപോലെ, എന്ന് ഞാൻ കട്ട് ചെയ്താലും ഒരു മാറ്റമില്ല. മുടി വെട്ടിയിട്ടുണ്ടോയെന്ന് പോലും ആർക്കും മനസ്സിലാവില്ലായിരുന്നു. അതായത് അങ്ങനത്തെ സംഭവമായിരുന്നു. അപ്പം അങ്ങനെയായിരുന്നു. പിന്നെ കുറേ നാളൊക്കെ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ഞാൻ കുളിച്ച് കഴിഞ്ഞ് ഇങ്ങനെ മുടി സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ ചെയ്യുമല്ലോ, അപ്പം സ്ട്രെയിറ്റ് ഹെയർ ആണ്, അപ്പം എൻ്റെ മുടി സ്ട്രെയിറ്റ് ഹെയർ ആണെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ സത്യം പറഞ്ഞാൽ അത് അങ്ങനെയൊന്നും അല്ലായിരുന്നു. പിന്നെ അങ്ങനെ സ്കൂൾ ലൈഫൊക്കെ, പിന്നെ ഭാഗ്യത്തിന് സ്കൂൾ ലൈഫിൽ നമ്മൾ 2 സൈഡ് ഇങ്ങനെ മുടി പിന്നിട്ടിട്ടാണ് പോണത്. അപ്പോൾ കൂടുതൽ ഫാഷനൊന്നും കാണിക്കേണ്ട ആവശ്യം വരില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ കൂടുതൽ ട്രൈ ഒന്നും ചെയ്യാൻ പോയില്ല. പക്ഷെ എന്നാൽ പോലും പിന്നെ ഇനി 9th തൊട്ട് ഒരു 12th വരെ ആ സമയത്താണ് ഞാൻ മനസ്സിലാക്കിയത് സ്ട്രെയിറ്റ് ഹെയർ, എൻ്റെ മുടി സ്ട്രെയിറ്റ് ഹെയർ അല്ല, കേളി ഹെയർ ആണ്. അതും ആർക്കും ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു സാധനമാണ് ഈ കേളി ഹെയർ. അപ്പോൾ ഇപ്പം ഞാനും എൻ്റെ കേളി ഹെയർ ഉള്ള ഒരു ഫ്രണ്ട് ഉണ്ട് എനിക്ക്. അപ്പം ഞങ്ങളൊരു ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ തുടങ്ങും രാവിലെ തൊട്ട് സ്ട്രെയിറ്റ് ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെ സ്ട്രെയിറ്റ്നർ വാങ്ങിച്ച് ഇങ്ങനെ സ്ട്രെയിറ്റ് ചെയ്ത് ഈ ഒരു ഭാഗം മാത്രം സ്ട്രെയിറ്റ് ചെയ്ത് വെക്കും. എന്നിട്ട് ഇങ്ങനെ മുടി ഇവിടേക്ക് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഇവിടെ മാത്രം സ്ട്രെയിറ്റ് ചെയ്തിട്ട് എല്ലാ ദിവസവും ക്ലാസ്സിൽ പോയിരുന്നു. അതേപോലെ തന്നെ ഏറ്റവും എപ്പിക് മൊമെന്റ് എല്ലാ കേളി ഹെയർ ഉള്ള പിള്ളേരും ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തേപ്പ് പെട്ടി എടുത്തിട്ട് മുടി ഇങ്ങനെ തേക്കുന്നതാണ്. എനിക്കറിയില്ല അത് എന്തോരം ഡാമേജാണ് ഞാനും പിന്നെ ഫ്രണ്ട്സും എല്ലാവരും ഇത് കാണുന്ന എല്ലാവരും ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ തേപ്പുട്ടി എടുത്തിട്ടില്ലേ, ഇതിങ്ങനെ കട്ടിൽ മുടിയിട്ടിട്ട് ഇതിങ്ങനെ തേക്കും. അത് നല്ല വിറ്റാണ്. അതും ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ അറിയാതെയാണ് ഇത് ചെയ്യുന്നത്. അപ്പം ഉണ്ടല്ലോ ടെൻഷനാണ്, അയ്യോ അമ്മ വരുന്ന മുന്നേ ചെയ്യണം എന്ന് പറഞ്ഞാൽ മുടിയിട്ട് തേക്കും. എന്നിട്ട് അവിടെ ഇവിടെയൊക്കെ പൊള്ളും. ഈ സാധനം എല്ലാ കേളി ഹെയറുള്ള ആൾക്കാർ ചെയ്തിട്ടുണ്ടാവും. ഇത് പൊട്ടത്തരാണെന്ന് ആലോചിക്കാൻ വേണ്ടല്ലോ, വിറ്റാണ്. അങ്ങനെ സ്കൂൾ ലൈഫ് മൊത്തം ഇങ്ങനെയായിരുന്നു. പിന്നെ എൻ്റെ വീട്ടിൽ സ്ട്രെയിറ്റ്നർ ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ സ്ട്രെയിറ്റ് ചെയ്ത് രാവിലെ പോകുമ്പോഴത്തേക്ക് ഇങ്ങനെ പുകയൊക്കെ പോലെ മുടിയിരുന്നു. അതുപോലെ തന്നെ ഒരു കരിഞ്ഞ മണമൊക്കെ വരുമല്ലോ. ഇത് കണ്ടിട്ട് എൻ്റെ അമ്മമ്മയ്ക്ക് ദേഷ്യം വന്നിട്ട് അമ്മമ്മ സ്ട്രെയിറ്റ്നർ എടുത്ത് കളഞ്ഞു. അങ്ങനത്തെ കുറേ ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ആ സമയത്ത് ഞാൻ എപ്പോഴും വിചാരിച്ചുകൊണ്ടിരുന്നത് ഇങ്ങനെ സ്ട്രെയിറ്റ് ചെയ്ത് ഈ ഒരു ഭാഗം മാത്രം സ്ട്രെയിറ്റ് ചെയ്യുമ്പോൾ നല്ല അടിപൊളിയാണ്, കാണാൻ നല്ല നൈസാണ്. ആ സമയത്ത് അതായിരുന്നു. കാരണം നമുക്ക് ആ ഒരു ബ്യൂട്ടി കോൺസെപ്റ്റ് അങ്ങനെയായിരുന്നു നമ്മളുടെ മൈൻഡിൽ എല്ലാവർക്കും. ആർക്കും കേളി ഹെയർ അക്സെപ്റ്റ് ചെയ്യാൻ പോലും പറ്റില്ലായിരുന്നു. പിന്നെ ആർക്കും അറിയില്ലായിരുന്നു കേളി ഹെയർ എങ്ങനെയാണ് സ്റ്റൈൽ ചെയ്യേണ്ടതെന്ന്. ഇനിയും ഞാൻ കോളേജിലെത്തിയപ്പോൾ 2nd ഇയർ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ എൻ്റെ ഫ്രണ്ടിൽ ഈ ക്രൗൺ ഏരിയ ഞാൻ സ്മൂത്ത് ചെയ്ത്
2 പ്രാവശ്യം കോളേജിൽ പഠിക്കുമ്പോൾ 2 പ്രാവശ്യം ഞാൻ ചെയ്ത്. ആദ്യത്തെ പ്രാവശ്യം ചെയ്തപ്പോൾ നല്ല അടിപൊളിയായിരുന്നു. കാണാൻ ആ സമയത്ത് ട്രെൻഡിങ് ആയിരുന്നു. കാരണം മറ്റേ ഉസ്താദ് ഹോട്ടലൊക്കെ ഇറങ്ങിയ സിനിമയിൽ കണ്ടില്ലേ, നിത്യാമേനോന്റെ ഹെയർ സ്റ്റൈൽ ഉണ്ടല്ലോ, ഫ്രണ്ടിലൊക്കെ ബാക്കിൽ മൊത്തം കേർലി ഹെയർ, ഫ്രണ്ടിൽ മാത്രം സ്ട്രേറ്റ് ഹെയർ. അത് ആ സമയത്ത് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. അപ്പം നമ്മളതൊക്കെ അങ്ങനെ കേർലി ഹെയർ ഉള്ള ആൾക്കാർ ഞങ്ങളൊക്കെ അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എന്താ അത്യാവശ്യം ഒരു 3000-4000 റുപ്പീസ് ഒക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ആ ക്രൗൺ ഏരിയ മാത്രം സ്മൂത്ത് ചെയ്യുന്നത്. എന്നിട്ട് പക്ഷേ പിന്നെ അത് വളർന്നു വരുന്നവരെ കുഴപ്പമില്ല. പക്ഷെ ഇവിടെ നിന്ന് ഹെയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പിന്നെയും ഇങ്ങനെ കേളി ഹെയർ വരും, ബാക്കി സ്ട്രേറ്റ് വരും. അതാണ് നല്ല വളിപ്പ് കാണാൻ. നല്ല വളിപ്പ് എന്ന് വെച്ചാൽ ഭയങ്കര ബോറാണ്. അത് എങ്ങനെ പറയാം, പകുതി ഇങ്ങനെ ചുരുണ്ടിട്ട് പകുതി സ്ട്രേറ്റ് ആയിട്ടിരിക്കും, എന്നിട്ട് ചൂല് പോലെ ഇരിക്കും കൂട്ടി. ഭയങ്കര ബോറാണ്. ഇങ്ങനെയായിരുന്നു കോളേജ് ലൈഫിൽ. അതും ഫസ്റ്റ് ഇത്രയൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഈ ഒരു പോർഷൻ മാത്രം നമ്മൾ ചെയ്യുന്നത് ഭയങ്കര കൂടുതൽ ഡാമേജ് ഉണ്ടാക്കും നമ്മുടെ ഹെയറിന്. ഇനി അതുകൊണ്ട് ഞാൻ ഹെയറിൽ ഇതായിരുന്നു എൻ്റെ കോളേജ് ലൈഫ്. ഫസ്റ്റ് ഇയർ തീർന്നപ്പോഴാണ് ഞാൻ ചെയ്തത്. അതായത് സെക്കൻഡ് ഇയർ സ്റ്റാർട്ടിങ്, തേർഡ് ഇയറിൽ ഞാൻ ഈ സെയിം സാധനം ചെയ്തിട്ടുണ്ട്. അങ്ങനെ 4th ഇയർ വരെ എനിക്ക് സ്ട്രൈറ്റ് ഹെയർ ആയിരുന്നു കോളേജിൽ പഠിക്കുമ്പോൾ, ഫ്രണ്ടിൽ മാത്രം. പിന്നെ കുറേ പിള്ളേർ എൻ്റെ കോളേജിൽ തന്നെ ഇപ്പോൾ കേളി ഹെയർ ഉള്ള കുറേ ആൾക്കാർ ഇതേപോലെ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറേ ആൾക്കാർ പറഞ്ഞു നന്നായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു സംഭവം അത് ട്രെൻഡിങ് ആയിരുന്നു, ഇല്ലാതെ ഞാൻ പറയുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഒരു 2019 കോളേജിൽ 1920 ആ ഒരു ടൈമിലാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ മനസ്സിലാക്കുന്നത് കേളി ഹെയർ നൈസാണെന്ന്. കേളി ഹെയർ ആൾക്കാർ എന്താ എനിക്കറിയില്ല ആരാണ് ഈ കേളി ഹെയർ നൈസ് ആണെന്നുള്ള സാധനം കൊണ്ടുവന്നതെന്ന്. അവരോട് എനിക്ക് ഭയങ്കര താങ്ക്സ് മാത്രമേ ഉള്ളൂ. കാരണം ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ ഹെയർ അത്രയും നാൾ ഇഷ്ടപ്പെട്ടിട്ടേ ഇല്ല. കാരണം ആൾക്കാർക്ക് അത് സ്റ്റൈൽ ചെയ്യാൻ അറിയില്ലായിരുന്നു. ആ ഒരു ഒറ്റ കാരണം കൊണ്ട് ഇത് സ്റ്റൈൽ ചെയ്യാൻ ആരാണ് അവ കണ്ടുപിടിച്ചത്, അയാൾ അടിപൊളിയാണ്. പക്ഷെ ഇന്ത്യയിൽ അത്ര കേൾ ക്രീംസ് കിട്ടാൻ വേണ്ടി ഭയങ്കര പാടായിരുന്നു കേട്ടോ. 2 പേജ് എനിക്ക് പറഞ്ഞത് എൻ്റെ ഫ്രണ്ട് വിദ്യയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ പെണ്ണ് ഭയങ്കര അണ്ടർ റേറ്റഡ് ആണ്. കാരണം സൂപ്പറാണ്. ആ പെണ്ണിൻ്റെ വീഡിയോസ് നോക്കിയിട്ടാണ് ഞാൻ ശരിക്കും പറയാം എൻ്റെ കേളി ഹെയർ സ്റ്റൈൽ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്. കേളി ഹെയർ ഞാൻ ശരിക്കും എങ്ങനെയാണ് സ്റ്റൈൽ ചെയ്യേണ്ടതെന്ന് ആദ്യം മനസ്സിലാക്കിയത് ആ പെണ്ണിൻ്റെ വീഡിയോ കണ്ടിട്ടാണ്. ഞാൻ ആ പെണ്ണിൻ്റെ എന്തായാലും ചാനൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും കേളി ഹെയർ ഉണ്ടെങ്കിൽ ആ പെണ്ണിൻ്റെ ചാനലൊന്ന് കണ്ടു നോക്കുക. ശരിക്കും അടിപൊളിയാണ്. പക്ഷെ അപ്പോൾ ഭയങ്കര അണ്ടർ റേറ്റഡ് ആണ്. അപ്പം അങ്ങനെ ഒരുപാട് 1 lakh ഫോളോവേഴ്സ് ഒന്നും ഇല്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും കണ്ടു നോക്കാം. കൊറോണയുടെ ജസ്റ്റ് മുന്നേ എനിക്ക് ഇത്രയും മാത്രം സ്ട്രേറ്റ് ഹെയർ ഉണ്ടായിരുന്നു, ഇത്രയും മാത്രം. അപ്പം ഇത്രയും കേളി ഹെയർ, ഇത്രയും സ്ട്രേറ്റ് ഹെയർ. അപ്പം ഞാൻ എന്താ വെച്ചാൽ ഇവിടെ നിന്നൊന്ന് വെട്ടിക്കളഞ്ഞു. അപ്പം എനിക്ക് ഇത്രയും മുടി ഉണ്ടായിരുന്നുള്ളൂ. ഭാഗ്യത്തിന് ആ സമയത്ത് ക്ലാസ് അടച്ച കാരണം, ഇല്ലെങ്കിൽ ഞാൻ എങ്ങനെ ക്ലാസ്സിൽ പോയി എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഞാൻ സ്വന്തമായിട്ട് മുടി വെട്ടും. ഞാൻ എപ്പോഴും സ്വന്തമായിട്ട് മുടി വെട്ടും. എനിക്കൊന്നും പാർലറിൽ പോയിട്ട് ഞാൻ 2 പ്രാവശ്യം മുടി വെട്ടിയിട്ടുള്ളൂ. ബാക്കി എല്ലാം ഞാൻ സ്വന്തമായിട്ട് മുടി വെട്ടുന്നതാണ്. ചുമ്മാ ഞാനിങ്ങനെ ക്ലാസ്സിലൊക്കെ പോകുമ്പോൾ രാവിലെ മുടി 2 സൈഡ് പിന്നിടുമല്ലോ, എന്നിട്ട് 2 സൈഡിൻ്റെ അറ്റത്തുനിന്ന് അങ്ങനെ ഇവിടുന്നൊക്കെ വെട്ടും. പിന്നെ ഫുൾ ഞാൻ മുടിയിൽ എക്സ്പെരിമെൻ്റ് ആയിരുന്നു. എന്നിട്ട് അപ്പം ഞാൻ കേളി ഹെയർ റുട്ടീൻ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 2020 ആ ടൈമിലാണ്. അത് കഴിഞ്ഞ് പിന്നെ ഒരു വർഷം നമുക്ക് കൊറോണ വന്ന് എല്ലാവരും വീട്ടിൽ ഇരുന്ന സമയത്താണ് ഞാൻ ശരിക്കും എൻ്റെ ഹെയർ കെയർ ചെയ്യാൻ തുടങ്ങിയത്. ശരിക്കും അതിന് മുന്നേ ഞാൻ എപ്പോഴും ഇങ്ങനെ ഫേസ് ഒക്കെ അതും ഇതൊക്കെ ചെയ്യുമായിരുന്നു, സ്കിൻ കെയർ ചെയ്യുമായിരുന്നു, അതൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു. പക്ഷേ ഹെയർ കെയർ ഞാൻ ശരിക്കും സ്റ്റാർട്ട് ചെയ്തത് 2021 എൻ്റെ പൊന്നോ, ഞാൻ അതിന് വാങ്ങിച്ച ഒരു ഷാമ്പും കണ്ടീഷണറും, ഓമിൻ്റെ ഷാമ്പും കണ്ടീഷണറാണ്. അതിൻ്റെ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഞാൻ ഐ ബട്ടണിൽ എവിടെയെങ്കിലും കൊടുക്കാം. എന്നിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് എനിക്ക് ഇത്രയൊക്കെ തന്നെയായിരുന്നു ഹെയർ. അത് കഴിഞ്ഞ് ഒരു വർഷം ഞാൻ കണ്ടിന്യൂസ്ലി എല്ലാ ആഴ്ച ഞാൻ ഷാമ്പും കണ്ടീഷണറും യൂസ് ചെയ്യായിരുന്നു. എന്നിട്ട് എനിക്ക് നല്ല ഹെയർ ഗ്രോത്ത് ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ എൻ്റെ ഹെയർ ഗ്രോ ചെയ്ത്, അതേപോലെ തന്നെ എൻ്റെ മുടി ഭയങ്കര അടിപൊളിയായിരുന്നു. എനിക്ക് കോംപ്ലിമെൻറ്റ്സ് കിട്ടാത്ത സമയം ഉണ്ടായിരുന്നില്ല. ശരിക്കും ഞാൻ പറയുന്നത് അടിപൊളി. എനിക്ക് എല്ലാവരും കോംപ്ലിമെൻറ്റ്സ് തരുമായിരുന്നു. ഇങ്ങനെ നല്ലതാണ്, എങ്ങനെയാണ് ചെയ്തത്, ശരിക്കും കേളി ഹെയർ ആണോ, ഇത് ശരിക്കുള്ള ഹെയർ ആണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് തന്നെ ഭയങ്കര അതിശയം വരും. ഇത്ര നാൾ ആരും മൈൻഡ് ചെയ്യാത്തൊരു ഹെയറിനെ പറ്റിയാണ് ആൾക്കാർ ഇത്രയും പറയുന്നതെന്ന്. കാരണം ഞാൻ നിങ്ങളോട് ഇത് പറയാൻ കാരണം, ഇപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും കേളി ഹെയർ ഉണ്ടെങ്കിൽ പ്ലീസ് നിങ്ങൾ അത് സ്ട്രേറ്റ് ചെയ്ത് ചീത്താക്കരുത്, ഒരിക്കലും ചീത്താക്കരുത്. ഓക്കെ, വല്ലപ്പോഴും നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ചേഞ്ച് വേണം തോന്നിക്കഴിഞ്ഞാൽ എന്തായാലും സ്ട്രേറ്റ് ചെയ്യാം, അതിനൊരു വിഷയവും ഇല്ല. ജസ്റ്റ് ഹീറ്റ് പ്രൊട്ടക്റ്റ് ഒക്കെ യൂസ് ചെയ്തിട്ട് ചെയ്താൽ മതി. പക്ഷേ പെർമനൻ്റ്ലി അത് ചെയ്യുന്നത് ഭയങ്കര മോശമാണ്. അതായത് എന്തിനാണ് ഇത്രയും നല്ലൊരു ഹെയർ നമുക്ക് തന്നു. ഇപ്പോൾ എനിക്ക് കേളി ഹെയർ ഉള്ള ആൾക്കാരെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ എന്തൊരു ഭംഗിയാണ് അവരുടെ കേൾസ് കാണാറുണ്ട്. പക്ഷേ നേരത്തെ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കി, ഇപ്പോൾ കൂടുതലും മൂവീസിൽ അവർ കേളി ഹെയർ ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇതിന് മുന്നേ ആണെങ്കിൽ ആരും ഇങ്ങനെ കേളി ഹെയർ ഒന്നും പ്രൊമോട്ട് ചെയ്യില്ല. എല്ലാവർക്കും ഇങ്ങനെ സൂപ്പർ സിൽക്കി സ്ട്രെയിറ്റ് ഹെയർ ഒക്കെ ആയിരിക്കും. പക്ഷേ ഈ ഒരു ഹെയർ, അതുപോലെ തന്നെ വേറൊരു ആളുണ്ട്, ഞാൻ പറയാം, മിഥില പാൽക്കർ ഉണ്ട്. ആ പുള്ളിക്കാരുടെ ഹെയർ അടിപൊളിയായിരുന്നു ആ സമയത്ത്. ഇതിനോടൊക്കെ ഞാൻ ഇൻസ്പിറേഷൻ എടുക്കുമായിരുന്നു. എന്നിട്ടാണ് ഞാൻ ശരിക്കും എൻ്റെ ഹെയർ ഞാൻ ഇങ്ങനെയൊക്കെ സ്റ്റൈൽ ചെയ്യാൻ തുടങ്ങിയത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മളുടെ ഹെയർ ഇഷ്ടപ്പെടാതിരിക്കാൻ കാരണം കുറേ കാരണങ്ങളുണ്ട്. പറഞ്ഞു വന്നത്, നമുക്ക് നമ്മുടെ ഹെയർ ഇഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാരണങ്ങളുണ്ടായിരുന്നു. കാരണം നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ അറിയില്ല, നമ്മുടെ ഹെയർ എന്താണെന്ന് അറിയില്ല. ഈവൻ ഇപ്പോഴും കുറേ ആൾക്കാരുണ്ടാവും, ചിലപ്പോൾ വേവി ഹെയർ ആയിരിക്കും അവർക്ക്.
അതിൽ തന്നെ അവർക്ക് സ്റ്റൈൽ ചെയ്യാൻ അറിയാത്തതുകൊണ്ട് അത് ഭയങ്കര ഫ്രിസി ആയിട്ടിരിക്കുന്നതായിരിക്കും. മേ ബി ഈ ഫ്രിസിനെസ് ഒന്ന് മാറണമെങ്കിൽ നിങ്ങൾ ഈ ബേബി ഹെയറിനെ ഒന്ന് കേളി ഹെയർ മെത്തഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതിയായിരിക്കും. ഓക്കെ, പിന്നെ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, ഇത്രയും നാൾ നമ്മളുടെ ഹെയർ പൊട്ടയാണെന്ന് അല്ലെങ്കിൽ നമ്മളെ കളിയാക്കിക്കൊണ്ടിരുന്ന ആൾക്കാരുണ്ടാവില്ല. അതായത് എന്ത് ഹെയർ ആണെന്ന് പോലും നമുക്ക് മനസ്സിലാവില്ല. നമ്മൾ ഈ സ്ട്രൈറ്റ് ചെയ്ത് ചീത്താക്കിക്കൊണ്ടിരുന്ന ആ ഹെയർ ആണ് ഇപ്പം സത്യം പറഞ്ഞാൽ ആൾക്കാർ എന്നെ പെട്ടെന്ന് തിരിച്ചറിയുന്നത് അങ്ങനെയാണ്. അതായത് ഞാൻ പറയും, ഇപ്പം എന്നെ പറ്റി ഒരാൾ ഇങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ പെട്ടെന്ന് പറയുന്നത് ആ കേളി ഹെയർ ഉള്ള ആളല്ലേ, അങ്ങനെ പറയുമ്പോൾ അവർക്ക് മനസ്സിലാവും. അപ്പം ഞാൻ പറയാം, എൻ്റെ ഹെയർ ഭയങ്കര ഒരു ഐഡൻറ്റിറ്റിയാണ് എനിക്ക്. അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ കേളി ഹെയർ ആണെങ്കിൽ അതൊരിക്കലും നിങ്ങൾ സ്ട്രെയിറ്റ് ചെയ്ത് ചീത്താക്കരുത്. കാരണം അത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇനിയിപ്പോൾ വേറെ ആൾക്കാർ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങളുടെ ഹെയർ നിങ്ങൾക്ക് തന്നെയുള്ളതാണ്. നിങ്ങൾക്ക് ഏറ്റവും നല്ലത് നിങ്ങളുടെ കേളി ഹെയർ തന്നെയാണ്. ഇപ്പോൾ ഞാൻ പറയാം, ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് എനിക്ക് എപ്പോഴും സ്ട്രെയിറ്റ് ഹെയർ വേണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്ക് സ്ട്രെയിറ്റ് ഹെയർ വേണമെന്ന്. ഞാൻ എപ്പോഴും വിചാരിക്കുമായിരുന്നു എനിക്ക് സ്ട്രെയിറ്റ് ഹെയർ ഒന്ന് കിട്ടിയാൽ മതിയായിരുന്നത്. പക്ഷേ എൻ്റെ ഫ്രണ്ട് ശ്രീകുട്ടി, അവൾ എൻ്റെ അടുത്ത് എപ്പോഴും പറയും, ഇല്ലാടി നിനക്ക് നല്ലത് കേളി ഹെയർ തന്നെയാണ്, നിൻ്റെ ഫേസിന് നല്ലത് കേളി ഹെയർ തന്നെയാണെന്ന്. അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ പല പ്രാവശ്യം സ്ട്രെയിറ്റ് ചെയ്യാറുണ്ട് എൻ്റെ മുടി. പക്ഷേ എനിക്ക് എപ്പോഴും തോന്നും സ്ട്രെയിറ്റ് ചെയ്തതിനേക്കാളും ഫാർ ബെറ്റർ എനിക്ക് കേളി ഹെയർ തന്നെയാണെന്ന്. പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഫാമിലി സൈഡിൽ നിന്ന് എനിക്ക് കേളി ഹെയർ ആണ്. കാരണം എൻ്റെ അമ്മൂമ്മ, എൻ്റെ അമ്മ, അവർക്കൊക്കെ കേളി ഹെയർ ആണ്. ഇപ്പോൾ എനിക്കും കേളി ഹെയർ തന്നെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ മുടി. അതേപോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും ഇതേപോലെ കേളി ഹെയർ ഉള്ള ആൾക്കാരാണെങ്കിൽ പ്ലീസ് ദയവേത് സ്ട്രെയിറ്റ് ഒക്കെ ചീത്താക്കരുത്. ഞാൻ അതിനുവേണ്ടി മാത്രമാണ് ഈ വീഡിയോ എടുക്കുന്നത്. കാരണം നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട്, നിങ്ങൾ എങ്ങനെയാണോ ഉള്ളത്, എന്താണോ നിങ്ങളുടെ ഹെയർ, എന്താണ് ഇപ്പോൾ സ്ട്രെയിറ്റ് ഹെയർ ആണെങ്കിൽ സ്ട്രെയിറ്റ് ഹെയർ, കേളി ഹെയർ ആണെങ്കിൽ കേളി ഹെയർ, ഒരു വിഷയമില്ല. അത് നിങ്ങൾ ഇഷ്ടപ്പെടാം, അതിനെ നിങ്ങൾ സ്റ്റൈൽ ചെയ്യുക. ഒരു പെർട്ടിക്കുലർ സ്റ്റൈൽ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഉണ്ടാക്കാം. അങ്ങനെയാണെങ്കിൽ ഉണ്ടല്ലോ പെട്ടെന്ന് ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ ആൾക്കാർക്ക് നമ്മൾ റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം എൻ്റെ എന്ന് പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ആൾക്കാർക്ക് പറയാൻ പറ്റും ഇങ്ങനെ, ആ കേളി ഹെയർ ഉള്ള ആളല്ലേ, അത് ഞാനത് ആൾക്കാർക്ക് അറിയാം എന്ന് വെച്ചാൽ എനിക്ക് മാത്രമല്ല കേളി ഹെയർ തലയ്ക്ക് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് പെട്ടെന്ന് ആൾക്കാർക്ക് ഇങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെയൊക്കെയാണ്. അതേപോലെ തന്നെ നിങ്ങളെ തന്നെ ഇഷ്ടപ്പെടാൻ, ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞ പോലെ എല്ലാവരും ഇഷ്ടപ്പെടാം. അങ്ങനെയാണെങ്കിൽ മാത്രം നമുക്ക് അടിപൊളിയായിട്ട് ജീവിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു, കുറച്ചെങ്കിലും യൂസ്ഫുൾ ആണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ അപ്പം അത്രയേ ഉള്ളൂ ഗായ്സ്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ, സീ യു.